എന്തോ പരിപാടി നടക്കാൻ പോവാണെന്ന് തോന്നുന്നു. ചെയേഴ്സ് ഇട്ടിരിക്കുന്നുണ്ടോ? എന്തോരം ചെയേഴ്സാ. ആക്ച്വലി എൻ്റെ ഒരു പ്ലാൻ ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നു. സോ അവിടെ കുറച്ച് നേരം ഇരിക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ. അപ്പോൾ അത് നടക്കില്ല. ഓക്കെ, അവിടെ സ്റ്റേജിൽ എന്തോ പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു. നോട്ട് നൗ ബട്ട് ലേറ്റർ. ഞാൻ എപ്പോഴും വിചാരിക്കും, ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആയിരിക്കും പണ്ട് ഇവിടുത്തെ റാണിമാരോ തോഴിമാരോ ഉള്ള ആൾക്കാരൊക്കെ, ലൈക്ക് ലേഡീസൊക്കെ ഇവിടെ ഇരുന്നിട്ടായിരിക്കും, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും ഇവിടെ നടക്കുന്ന പരിപാടികൾ ഏതൊക്കെയാ ഏതാന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇത് രസമായിരിക്കില്ലേ? അറകൾ എന്തോരം അറിയാൻ നോക്കി ഞാൻ കഴിഞ്ഞ എന്തോരം മിറർ ഉണ്ടായിരുന്നു അറിയോ. ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ പോലും പോയി നിന്നിട്ട് മര്യാദയ്ക്കൊരു ഫോട്ടോ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല ഗൈസ്. എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത് ഇതൊരു ശീലമായിട്ട് ഇടിച്ചള്ളി കയറി ഇല്ല നിങ്ങളെടുക്കണ്ട ഞാനെടുക്കാം എന്നുള്ളൊരു സ്കില്ലിലേക്ക് വരാൻ വേണ്ടി അങ്ങോട്ട് പറ്റണില്ല. നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ് ഗൈസ്. പാലസിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആക്രമണങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് വി കെയിം ഔട്ട് ഗൈസ്. കുത്തുന്ന വെയിലില്ലെങ്കിലും ഒരുവിധം വെയിലുണ്ട്. നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം ഇതുവരെ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. സോ നമ്മളെന്തെങ്കിലും കുടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇവിടെ വെള്ളമുണ്ട്, ബട്ട് നല്ല
നല്ല തിരക്കുണ്ട്. സോ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കുടിക്കാം. അതിന് ക്യൂ നിന്ന് അതിനുള്ള ഒരു ക്ഷമ എനിക്കിപ്പോൾ തൽക്കാലം ഇല്ല. സോ വിശക്കുന്നുണ്ട്. എന്ത് കഴിക്കുന്നു ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ ഇന്നർ മൈൻഡ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കാം. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കഴിക്കുക എന്ന് പറഞ്ഞാൽ, അത് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതുപോലെ കഷ്ടമുള്ളൊരു കാര്യം വേറെ ഇല്ല. നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിനെസ് ഉണ്ടായിരുന്നു. നമുക്കെന്താ വേണ്ടതെന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മൾ കൂടെയുള്ള ആൾക്കാർ അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇതായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് പറയാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മളടുത്ത് ആരുമില്ല ചോദിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായിട്ട് ചൂസ് ചെയ്യണം. ലൈഫ് സോ ഹേവിയാ ഞാൻ ആൻറ്റിമാരോട് ചിരിക്കായിരുന്നു. ആൻറ്റിമാരിങ്ങനെ ചോദിക്കായിരുന്നു, മുടിക്ക് എന്താ ചെയ്യുന്നത്, മുടി എങ്ങനെയാണ്, എന്താ സുത്തി പോട്ടുക്കോ அப்படின்னா ലൈക്ക് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഉഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് പറയാം. കണ്ണ് കിട്ടും മുടിക്കാണ്. ഇനി എന്ത് കണ്ണ് കിട്ടാനാന്ന് എനിക്കറിയാൻ പാടില്ല. കിട്ടിയിടത്തോളം എനിക്കിങ്ങനെ മതിയായിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പുറത്ത് വന്ന് ദാഹശമനിയൊക്കെ ആയിട്ട് ഇളനീര് കിട്ടിയില്ല. സോ വെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കാലമായി നമ്മൾ മിനിറ്റ് മെയ്ഡ് കുടിച്ചിട്ട്. സോ നമ്മൾ മിനിറ്റ് മെയ്ഡ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഹെൽത്തി അല്ല എന്നൊക്കെ അറിയെങ്കിൽ കൂടിയും ഫോർ എ ചേഞ്ച് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പാടില്ല. ആസ് എ ടീച്ചർ ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്നറിയാം. എങ്കിൽ കൂടിയും കുറേ കാലമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ കുടിക്കുകയാണ്. ഞാനിവിടെ ഇങ്ങനെ തനിയെ ഉക്കാന്നിട്ടിരിക്കാൻ. ആൻഡ് നിങ്ങൾക്കൊരു കാര്യം അറിയാം, എൻ്റെ മൂടൊക്കെ പോകാൻ തുടങ്ങി. ഈ ദേഷ്യം വരുന്നുണ്ട്. ഇതിപ്പോൾ അമ്മ കാണുമ്പോൾ അമ്മ വിചാരിക്കുന്ന ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? ദേഷ്യം പിടിച്ചോണ്ട് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ കൂടെ. ഇപ്പം ദേഷ്യം പിടിക്കാം കേട്ടോ. ഒരു കൂട്ടം മലയാളി ആൻറ്റിമാർ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് എനിക്കെന്താ അറിയില്ല, എനിക്കിങ്ങനെ എൻ്റെ ചെറുതായിട്ട് എൻ്റെ മൂടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാന്നൊക്കെ ചോദിച്ചാലും അറിയില്ല, വെറുതെ എനിക്ക് ദേഷ്യം വരാം. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. എന്താ ഹരി ഇങ്ങനെ? സോ നമുക്കിപ്പോൾ തിരിച്ചു പോകണം. എവിടേക്കാണ് പോകാമെന്ന് അറിയില്ല. എനിക്ക് നടന്നു നോക്കാം എന്താ കാണുന്നത്, എവിടെയാണ് എന്താന്ന്. ബസ് സ്റ്റാൻഡിനോട് അടുത്ത് ആക്ച്വലി ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. ഒന്നുകിൽ അവിടെ പോയിട്ട് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും ഹോട്ടൽ കാണുകയാണെന്ന് വെച്ചാൽ അവിടുന്ന് കഴിക്കാം അല്ലേ. എന്തോ എനിക്കങ്ങോട്ട് പറ്റുന്നില്ല, എനിക്കങ്ങോട്ട് വയ്യ അങ്ങോട്ട്. ബട്ട് പോയേ പറ്റുള്ളൂ. ഞാൻ എന്നെ തന്നെ കൊണ്ടുതള്ളി അങ്ങനെ അയക്കുകയാണ്. കണ്ടോ ഗൈസ്, ഇന്നലെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് നിന്ന് ഫുള്ള് ഹീറ്റായി. എന്താണോ ഹീറ്റായിട്ടാണോ വെയിൽ കൊണ്ടിട്ടാണോ എന്താണെന്നല്ല. ഇന്നലെ രാത്രി കിടക്കുന്നവരെ അങ്ങനെ ഒരു ഗുരുവില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കെട്ടിയൊരുങ്ങി ഇറങ്ങിയില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണെങ്കിലും നമ്മളിപ്പോൾ എണീച്ച് പോവാം. അങ്ങനെ
ഞാൻ പാലസിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്, നമ്മളെ റൂംമേറ്റ് ഗരുഡ മാൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നൊക്കെ എൻ്റെ റൂംമേറ്റ് പറഞ്ഞിട്ടുണ്ടായി. സോ മാപ്പിൽ നോക്കിയപ്പോൾ 750 meters. ഞാൻ ഗരുഡ മാളിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിക്കുന്നു. മേ ബി സം KFC ഓർ സംതിങ്. നോക്കാം അവിടെ പോയിട്ട് എന്താ കഥ, എങ്ങനെയുണ്ട്, എന്താ അവിടെ പോകുമ്പോൾ എങ്ങനെയാണ് മൂഡ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എനിക്ക് നല്ല വിശപ്പുണ്ട്. മേ ബി വിശക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ മൂഡ് പോകുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ളൊരു ഞാനത് എന്തല്ലേ വിശക്കുന്നുണ്ട്. സോ I'll show you something. See, എന്തൊരു ഭംഗിയല്ലേ. നിങ്ങൾക്കത് ഭംഗിയായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. സോ ഇന്നലെ രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന രക്ഷിത ഇങ്ങനെ ഓൾറെഡി ഉറങ്ങിയില്ല, ബട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിത പാവം അവൾ എഴുന്നേറ്റ് എനിക്ക് മൈസൂർ സിറ്റീൻ്റെ ഒരു മാപ്പ് അങ്ങോട്ട് വരച്ചെന്ന് പേപ്പറും പേനയൊക്കെ എടുത്ത് മാപ്പ് വരച്ച് ഇവിടുന്ന് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് ഇത്ര ദൂരം, ഇവിടെ നിന്ന് തന്നെ ബസ് കിട്ടും. ചാമുണ്ടി പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ അത് നടന്നില്ല. സോ ആ ടൈമിൽ എന്ത് ചെയ്തു വെച്ചാൽ ചാമുണ്ടി പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതിന് രാവിലെ എണീച്ച് വരണം. പിന്നെ ഇന്ന് സാറ്റർഡേ കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു കാരണത്താൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എഴുന്നേറ്റ് എനിക്കിങ്ങനെ മാപ്പൊക്കെ വരച്ചു തന്നു. സിറ്റി ബസ് സ്റ്റാൻഡിൽ പോകാൻ ഇത്ര ദൂരം, പാലസിലേക്ക് ഇത്ര ദൂരം, പാലസിൽ നിന്ന് ഈ ഗേറ്റ് വഴി ഇറങ്ങിയാൽ ഗരുഡ മാളിലേക്ക് ഇത്ര ദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ലിറ്ററലി എല്ലാം വരച്ച് ഫുൾ മാപ്പ് ആൻഡ് പ്ലാൻ വരച്ച് സെറ്റാക്കിയിട്ടാണ് എന്നെ വിട്ടത്. സോ ഞാനതുകൊണ്ട് ഗരുഡ മാളിൽ വന്നു. ഇവിടെ ആക്ച്വലി ഞാനൊരു മുന്നേ വന്നിട്ടുണ്ട്, ഡിക്കാത്തലോണിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഡിക്കാത്തലോണിൽ പോയി നോക്കാം. ഈ ജാക്കറ്റ് ആക്ച്വലി ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. എന്നെ ആരെവിടെ കണ്ടാലും അപ്പം പറയും ഞാൻ ഫുൾ ടൈം ജാക്കറ്റിൻ്റെ ഉള്ളിലാണെന്ന്. ജാക്കറ്റ് തരുന്നൊരു കംഫർട്ട് ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. ജാക്കറ്റ് തരുന്നൊരു കംഫർട്ട് എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് അങ്ങോട്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലായി. ഞാനങ്ങനെ എപ്പോഴും ജാക്കറ്റ് യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. എനിക്കൊരു ജാക്കറ്റ് കിട്ടി, ആമസോണിൻ്റെ ഒരു ജാക്കറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ആ ഒരു ജാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അത് അങ്ങോട്ട് പുറത്തേക്ക് വരാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ജാക്കറ്റ് ഇല്ലെങ്കിൽ എനിക്കൊരു ട്രോമയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി. അപ്പോൾ എന്ത് ചെയ്തു, ഒരു പോയിന്റിൽ എനിക്ക് ആ ജാക്കറ്റ് ഇല്ലാണ്ടായപ്പോൾ ഞാൻ പുതിയ ജാക്കറ്റ് വാങ്ങിച്ചു. എനിക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, ഹേ ഗൈസ്, ഞാൻ KFCയിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് എടുക്കാത്തതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. എൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ട്. സോ ആ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും ബേബിയും ഉണ്ടായിരുന്നു. സോ പെട്ടെന്ന് അവരെ കണ്ട് പിന്നെ അവരുടെ കൂടെ സംസാരിച്ച് അങ്ങനെ നിന്നു. അങ്ങനെ ടൈം പോയി. പിന്നെ ഞാൻ അവരുടെ കൂടെ പുറത്തേക്ക് വന്നു. സോ പുറത്തേക്ക് വന്നു വെച്ചാൽ ഡിക്കാത്തലോണിൽ പുറത്തേക്ക് വന്നു. ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ നോക്കി, പിന്നെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഒന്നും മേടിച്ചില്ല. അപ്പോൾ വിശപ്പുണ്ടായിരുന്നല്ലോ. സോ ഞാൻ KFCയിൽ വന്നു. പെപ്സി കുടിച്ചു, കുറച്ച് ഫ്രൈഡ് ചിക്കൻ കഴിച്ചു. സോ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫോണ് ഇവിടെ പ്ലഗ് ചെയ്തു. ഇവിടെ
സോ യാ, ഇതൊക്കെ കഴിഞ്ഞു. തിരിച്ചു പോകണം. എന്തോ ഒരു മ്ലാനത. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു മ്ലാനത എൻ്റെ മുഖം കാണുമ്പോൾ? ഫുഡ് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു ഒന്ന് ഉറങ്ങണം എന്നുള്ളൊരു മൂഡ്. നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ, നമുക്ക് തിരിച്ചു പോകണ്ടേ. ചെറുതായിട്ട് തണുപ്പ് തുടങ്ങി. സോ ഞാൻ വീണ്ടും എൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. തണുപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ജാക്കറ്റ് ഒരു എന്താ പറയുക, വിട്ടുകൂടാനാവാത്തൊരു ബന്ധം എനിക്കും ജാക്കറ്റിനും ഉണ്ട്. ആക്ച്വലി ഈ ജാക്കറ്റിൽ നിന്നൊന്ന് പുറത്തേക്ക് വരുന്ന ഒരു നാൾ കാത്തിരുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അവനിപ്പോൾ എവിടെയാണോ എന്തോ. എന്താണെങ്കിലും നമുക്ക് ഒരു മന്ദഗതി. ആക്ച്വലി പുറത്ത് നല്ല വെയിലാണ്. നല്ല വെയിലില്ല, ഒരു പൊടിക്ക് വെയിലുണ്ട്. ഉള്ളിൽ അത്യാവശ്യം തണുപ്പില്ലായിരുന്നു, ബട്ട് എന്തോ എനിക്ക് പെട്ടെന്നൊരു തണുപ്പ് ഫീൽ ചെയ്ത പോലെ. സോ ഞാൻ ജാക്കറ്റ് ഇട്ടു. യാ, ബൈ ബൈ ഗരുഡമാൻ. സോ ഞാൻ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഞാൻ അടിച്ചു പിടിച്ച് ബസ് കിട്ടുമോ നോക്കട്ടെ. ഇപ്പോൾ ഞാൻ സിറ്റി ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് ബസ് കിട്ടി. അതും എൻ്റെ ബസ്സിൽ നല്ല തിരക്കായിരിക്കും. അടിച്ചു പിടിച്ച് കയറണം. വെയിൽ. ഞാൻ എൻ്റെ ഷെയ്ഡ്സ് എടുത്തില്ല, നാട്ടിലുള്ളത്. ആക്ച്വലി ഞാൻ രാവിലെ നോക്കിയായിരുന്നുണ്ടോന്ന്, ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാണ്. പക്ഷെ സാധനമില്ല, വീട്ടിലുള്ളത്. സോ എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാനില്ല. ട്രാഫിക് ഗൈസ്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ തിരിച്ചു പോയി നോക്കിയിട്ട് വീഡിയോ കൊള്ളാവോ, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെയാ ഞാൻ പറഞ്ഞതെന്നൊക്കെ നോക്കി എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കാണത്തില്ല. സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാനിങ്ങനെ കുറച്ച് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ. ഇന്നത്തേത് ഒരു കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നല്ലേ. പക്ഷേ ആ പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് അല്ല, പക്ഷേ ഒരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കാം ഈ വീഡിയോ എങ്ങനെയാവുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സി നൈസ് നാ. സോ ഞാൻ അടുത്ത ബസ് പിടിച്ച് നാട് പിടിക്കാൻ നോക്കട്ടെ. ബൈ. എല്ലാവരും വീഡിയോ കാണണം. അത് ആണ്ടിലും സംക്രാന്തിക്കും വന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം എന്ന് പറഞ്ഞാൽ. Oh my god, it's really nice, no? Oh, cute. Nice. I just like it. Okay, nice. Oh. Okay, so thank you for watching. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാനൊക്കെ ഉള്ള കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. എത്രമാത്രം നടക്കും എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാൻ ഡെയിലി എന്ന് ഞാൻ പറയില്ല. ഡെയിലി എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര തള്ളായിപ്പോവും. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വീഡിയോ ഇടാനുള്ളൊരു മനസ്ഥിതി എനിക്കുണ്ടാവണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് എനിക്കറിയാം ഒന്നുമില്ലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഫേർട്ട് ഇട്ടിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.